അമ്മേ ബ്രോ ഒന്ന് നോക്കിയൊക്കെ പടി കയറ്. എന്തെങ്കിലും പറ്റിയോ? ഏയ് ഒന്നുമില്ല. കൊച്ചമ്മ വണ്ടി എടുക്കാൻ പറയട്ടെ. ശരി, നീ ചെല്ലേ. വരട്ടെ. ഹലോ, ഈ ശിവപുരത്തേക്ക് എങ്ങനെയാ പോന്നെ? നടന്നു പോയ 8 കിലോമീറ്റർ, ഓടിപ്പോയ 4 കിലോമീറ്റർ. ഹിന്ദിയാണോ? അവിടെ ആരാ കാണണ്ടേ? ഭൈരവൻ ചേട്ടനല്ലേ അദ്ദേഹത്തെ കാണേണ്ടത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല, പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. കൊച്ചമ്മേ, ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നേ. വരുന്നേ വാ. ഒരു 2 മിനിറ്റ്, ഞങ്ങൾ ഷർട്ടൊന്ന് ഇട്ടിട്ട് വരാം. ചലോ ബ്രോ. നല്ല ആൾക്കാരല്ലേ? എന്നെ പൂട്ടിന്ന് കരുതി നീ സന്തോഷിക്കണ്ട ഭൈരവ. എന്റെ കൺമുന്നിൽ എന്റെ മരണം വന്ന് നിന്നാ പോലും നിന്നുള്ള പ്രതികാരം തീരില്ല. എന്റെ കൂടെ വന്നവരെ കൊല്ലാൻ ഉപയോഗിച്ച എന്റെ തോക്കിലെ വെടിമരുന്നിന് നിന്നെ കൊല്ലാൻ അറിയാഞ്ഞിട്ടല്ലടാ പുലിയെ വേട്ടയാടേണ്ടത്, അല്ലാതെ നരിയെ അല്ല. ഞാൻ നരിയാണെന്ന് കാണിച്ചു തരാം. നിന്റെ ആൾക്കാരോട് എന്നെ വിടാൻ പറ. അവന്റെ രക്തം മുഴുവൻ ഭൂമിദേവി കുടിക്കട്ടെ, തുടണ്ട. അതിനുശേഷം ഈ ശവം ഗജേന്ദ്രഗഡത്തിൽ കൊണ്ടിട്ടിട്ട് വാ. ഭൂമിദേവിക്ക് രക്തമാണ് കൊടുക്കുന്നെങ്കിൽ ഇയാളിനിയിപ്പൊ നമ്മുടെ ഭൂമി വിട്ടുതരുവോ? നമ്മൾ വന്ന സ്ഥലം ശരിയല്ല ബ്രോ. ശരിയായ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണെന്ന് തോന്നുന്നു ഇയാളിവിടെ. പുതിയ തഹസീൽദാർ വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഭാഗത്താ. ഇപ്രാവശ്യം വിധി നമുക്ക് തന്നെ അനുകൂലമാകുന്ന തോന്നുന്നതുവരെ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം തരേണ്ട ഉത്തരവാദിത്വം എന്റേതാ. എനിക്ക് നിങ്ങളുടെ ഭൂമി വേണ്ട, കാശാണ് വേണ്ടത്. സർവേ നമ്പർ 26/53. ശിവഗഡ ഭൈരവന്റെ അടുത്ത് വന്ന സ്ഥലം വിറ്റ് പണം തരൂന്ന് കേട്ടു. മുതലാളിയെ നീ പേരെടുത്ത് വിളിക്കുന്നോ? പിന്നെ പേരിട്ടിരിക്കുന്നത് വിളിക്കാനാണ്. നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ആരാ, എവിടെ നിന്നാ വരുന്നത്, അതൊന്നും എനിക്കറിയണ്ട. ഞാൻ സ്ഥലം വിറ്റ് കാശ് കൊടുക്കുന്നവനല്ല, ഭൂമിക്ക് വേണ്ടി പോരാടുന്നവനാ. ഇവരെല്ലാം ഭൂമിക്ക് വേണ്ടി പോരാടുന്നവരാ. നിന്റെ ഭൂമി നിനക്ക് വേണമെങ്കിൽ പോരാട്, അല്ലെങ്കിൽ നാട് വിട്ടോ. നാട് വിട്ട് പോവും ഞാൻ. പക്ഷെ അത് ഇവിടത്തെ ഭൂമി വിറ്റതിന് ശേഷമായിരുന്നു. ഭയ്യ, ഈ നാട്ടിൽ താമസിക്കാൻ ഏതെങ്കിലും സ്ഥലം കിട്ടുമോ? അങ്ങനെ സ്ഥലമൊന്നുമില്ല. ഗ്രാമത്തിന്റെ പുറത്തൊരു അമ്പലമുണ്ട്, അവിടെ തങ്ങിക്കോ. അവരിവിടെ താമസിക്കട്ടെ. അവരെന്തിനാണ് ഇവിടെ വന്നതെന്നറിയാമോ? വീരഭദ്രനെ എതിർക്കാൻ. സഹായം ചോദിച്ചു വന്നതാണെങ്കിൽ ഈ നാട്ടിലെ ദുരയുടെ അടുത്തും. നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുരയുടെ സൽപ്പേര് തന്നെയല്ലേ ഇല്ലാതാവുന്നത്? ആരെന്താന്നറിയാതെ വീട്ടിൽ കയറ്റി താമസിച്ചോളൂ. നിങ്ങളോട് മര്യാദയില്ലാതെ സംസാരിച്ചവരോടാ നിങ്ങൾ ഈ ആതിഥ്യ മര്യാദ കാണിക്കുന്നത്. പല്ലവി എവിടെ? വയലിലേ എന്തോ പ്രാണിശല്യം, അതുകൊണ്ട് ഡോക്ടറുടെ ജോലി നോക്കാൻ പോയിരിക്കാം. അവനെ കണ്ടപ്പോ അവന്റെ പ്രായത്തിലുള്ള എന്നെ കണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഇതാ ചായ. ഇതാ. ഇതാ. എന്താ എടുക്കാൻ പാടില്ല? ഞാൻ ഇങ്ങനെ കുറിച്ചാ ശീലിച്ചത്.